നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രം, ഒരുപാട് മാസങ്ങളൊന്നുമില്ല, ഏതാനും ദിവസങ്ങൾ, 10-100 ദിവസം പരമാവധി ബാക്കി നിൽക്കെ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തിയും വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്, രണ്ടാം പിണറായി സർക്കാർ ഫൈനൽ ബജറ്റ്. പ്രീ പ്രൈമറി അധ്യാപകരുടെയും ആശാ അങ്കണവാടി ജീവനക്കാരുടെയൊക്കെ വേതനം 1000 രൂപ കൂട്ടി. അതിനിടയിൽ ഈ സ്കൂൾ പാചക തൊഴിലാളികളുടെ അവർക്ക് ദിവസവേതനമാണ്. ഒരു ദിവസവേതനത്തിൽ 25 രൂപ കൂട്ടി. 25 രൂപ മതിയോ? അവർക്ക് 25 രൂപ ദിവസമാണെങ്കിൽ കൂടിയും അത്ര മതിയോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷൻ നിയോഗിക്കും. ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായി നൽകും. അതേസമയം അഷ്വേർഡ് പെൻഷൻ എന്നുള്ള അതിലും സർക്കാർ പൂർണ്ണമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അഷ്വേർഡ് പെൻഷൻ, പിന്നെ സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിന് രണ്ടാം ഘട്ടവും പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ പറയുന്ന പോലെ മെഡിസപ്പിന് രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാം ഘട്ടം അടക്കമുള്ള ഈ പറഞ്ഞ ഓഡിറ്റുകൾ ഉണ്ടാവും. പ്രതിപക്ഷം ചെയ്യുകയും ചെയ്യും. കൃഷ്ണല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇത് സാമ്പത്തികമായ ഒരു വിഷൻ ഈ ബജറ്റിലുണ്ട്. അതായത് കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കം എല്ലാ വിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് എന്ന് ധനമന്ത്രി പറയുമ്പോഴും ചെറുകിട വ്യാപാരികളെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല. ഇത്രയും പേരെ കൺസിഡർ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് വ്യാപാരികളെ കണ്ടില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊന്ന്, രാഷ്ട്രീയമായ ഒരു ബ്ലൂ പ്രിന്റ് കൂടി ഒരു ബജറ്റിലുണ്ടല്ലോ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ബജറ്റ് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി 2 ലക്ഷം കോടിക്ക് മുകളിൽ ബജറ്റ് ചെലവ് വരുന്നു എന്നുള്ളതാണ്. 2,17,558 കോടി രൂപയാണ് ഈ പുതുക്കിയ ബജറ്റ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം ചെലവ് വരാൻ പോകുന്നത്. അതിൽ റവന്യൂ വരവായിട്ട് 1,82,972 കോടി രൂപ മാത്രമാണ്. അതായത് കമ്മി ബജറ്റാണ്. കമ്മി ബജറ്റ് സ്വാഭാവികമായി എപ്പോഴും കമ്മി ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. എങ്കിലും 34,586 കോടി രൂപയുടെ കമ്മി ബജറ്റ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബജറ്റ് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിന്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അംഗനവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, ആശാ വർക്കേഴ്സ്, പാചക തൊഴിലാളി, ഒപ്പം സാക്ഷരതാ പ്രേരകർ അടക്കമുള്ള അടിസ്ഥാന വർഗത്തിന് ശമ്പള വർധനവ് അടക്കം, ഓർഡിനറി വർധനവ് അടക്കം ആവശ്യപ്പെട്ടിരുന്ന അടിസ്ഥാന വർഗത്തിന് നേരിട്ട് പണം കയ്യിലെത്താവുന്ന രീതിയിലുള്ള വർധനവ് നൽകിയിട്ടുണ്ട്. അതായത് ആശാ വർക്കേഴ്സിന് 1000 രൂപ, അംഗനവാടി അധ്യാപകർക്ക് 1000 രൂപ, ഹെൽപ്പർമാർക്ക് 500 രൂപ, സാക്ഷരതാ പ്രേരകർക്ക് 1000 രൂപ, പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ അവരുടെ പെൻഷൻ 600 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പ്രതീക്ഷിച്ചിരുന്നത് പോലെ ക്ഷേമ പെൻഷൻ വർധനവ് ഇതിൽ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. ഒപ്പം നേരത്തെ കരുതിയിരുന്നത് ഒരു കമ്മീഷനെ, അതായത് പേ കമ്മീഷനെ ഇനി നിയോഗിക്കാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല തയ്യാറാക്കി ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പേ കമ്മീഷൻ നടപ്പാക്കി സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം മാർച്ച് മുതൽ ഈ ജീവനക്കാരുടെ കൈകളിൽ എത്തി തുടങ്ങുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനൊരു കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കമ്മീഷൻ 3 മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നടപ്പാക്കി വരുമ്പോഴേക്കും സ്വാഭാവികമായി അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും. എന്തായാലും ഇതിലൊരു ട്രിക്ക് എന്തായാലും ധനമന്ത്രി പരിശീലിച്ചിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ അത് നടപ്പാക്കുകയാണെങ്കിൽ അതിന്റെ വരവ് എത്രയാണെന്നും ചെലവ് എത്രയാണെന്നും കൃത്യമായി ബജറ്റ് ഡോക്യുമെന്റിൽ പറയേണ്ടി വരും. സ്വാഭാവികമായി കമ്മീഷൻ നിയോഗിച്ചതോടുകൂടി അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തുക എത്രയാണെന്ന് പറയേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കമ്മി ഇതിൽ കാണിക്കേണ്ടിയും വരില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ പ്രധാനമായി ധനമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാന മേഖല എന്ന് പറയുന്നത് എൽഡേഴ്സ് ബജറ്റ് എന്നാണ് അദ്ദേഹം ഇതിനെ പറഞ്ഞത്. വയോജനങ്ങളെ പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബജറ്റ്, അത് വളരെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് ആ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ വയോജന ജനസംഖ്യ എന്ന് പറയുന്നത് 17% മുകളിലാണ്. അതൊരു പക്ഷേ 5 വർഷം കഴിയുമ്പോൾ അത് 25% ഉയരും എന്നുള്ളതാണ് പ്രാഥമികമായി സാമ്പത്തിക വിദഗ്ധരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. വയോജന സംരക്ഷണത്തിന് വേണ്ടി 30 കോടി രൂപ, അതായത് റിട്ടയർമെന്റ് ഹോമുകൾ തുടങ്ങുക എന്നുള്ളതാണ്. കൂടാതെ ഏറ്റവും പ്രധാനമായ ഒരു പ്രഖ്യാപനം അത് വോളണ്ടിയർമാരാണ്. ഓരോ തദ്ദേശ സ്ഥാപന കേന്ദ്രീകരിച്ചും വയോജനങ്ങളുടെ ക്ഷേമം കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി വോളണ്ടിയർമാരെ നിയോഗിക്കും. അതായത് വീട്ടിൽ വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുക, അവരുടെ ക്ഷേമം ഉറപ്പാണോ എന്ന് നോക്കുക, അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യം നൽകാൻ 10 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അത് ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. മുതിർന്ന പൗരന്മാർക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 100 കോടി രൂപയുടെ വായ്പ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതും അവരെ കൂടി ഈ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കുന്നു. സാധാരണ റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമല്ല, അവരെ കൂടുതൽ സഹായങ്ങൾ മാത്രം നൽകി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവരെ ഈ സിൽവർ എക്കണോമി എന്നുള്ള പുതിയ മേഖലയിലേക്ക് ഈ ബജറ്റിലൂടെ സർക്കാർ ചുവട് മാറ്റുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 100 കോടി രൂപ അവർക്ക് വായ്പ നൽകി അവരെ കൂടി ഫിനാൻഷ്യൽ സംവിധാനത്തിന്റെ ഈ ഭാഗമാക്കി മാറ്റാൻ പോകുന്നു. എന്തായാലും പുതിയ ജനങ്ങളെ, കാരണം ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് യുവാക്കളില്ലാത്ത കേരളം എന്ന രീതിയിലേക്ക് കേരളം മാറുമെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു. എന്തായാലും യുവാക്കളെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം ഡിഗ്രി വിദ്യാഭ്യാസം, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർണ്ണമായി
സൗജന്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാന ചുവട് മാറ്റമാണിത്. കാരണം ഇതുവരെ വിദ്യാഭ്യാസം ഒരുപക്ഷെ രാജ്യത്ത് ഇത്തരം ഒരു മാതൃകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിഗ്രി കാലയളവിലെ വിദ്യാഭ്യാസം പൂർണ്ണമായി സൗജന്യ വിദ്യാഭ്യാസം എന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളെയും മറ്റും ആശ്രയിക്കാൻ പോകുന്നവർക്ക് മുന്നിലേക്ക് ഇത്തരം ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ ചരിത്ര പ്രഖ്യാപനം ഉറപ്പായും പറയാം. രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു മാതൃക ഉണ്ടോ എന്ന കാര്യം അറിയില്ല. ഉണ്ടാവാൻ തരവില്ല, ഉണ്ടാവാൻ വഴി എന്തായാലും ഇല്ല. മാത്രമല്ല, നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ സംസ്ഥാനം വിട്ടുപോകുന്നത് മാത്രമല്ലല്ലോ, ഇപ്പോൾ സാമ്പത്തികാവസ്ഥ ഇല്ലാത്ത കാരണം പഠനം മുടങ്ങേണ്ടി വരുന്ന ഏറ്റവും ഒരു ഉദാഹരണം നമ്മൾ അടുത്തും കണ്ടല്ലോ. അപ്പോൾ അത്തരം കുട്ടികൾക്കൊക്കെ വലിയ ആശ്വാസമാകുന്ന, അല്ലെങ്കിൽ പഠന ചെലവിനായി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനമാണത്. അതീ പറയുന്ന പോലെ ഈ ഡിഗ്രി തലത്തില് BBA അതുപോലെയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളുണ്ട്. അപ്പൊ ആ കോഴ്സുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സാധാരണ ഡിഗ്രി, അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കൊടുക്കുന്ന സാധാരണ ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രികൾക്ക് അത് ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഉമേഷ്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നതാണ് ഈ ഗിഗ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെലിവറി ജീവനക്കാർ. അവർ ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് ഒരിക്കലും കണക്കാക്കപ്പെട്ടിരിക്കുന്നവരല്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുമില്ല. അപ്പോൾ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ അത്തരം ഒരു കാര്യം വന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാന ബജറ്റിലും ഒരു ഗിഗ് ഹബ്ബ് തയ്യാറാക്കുകയും അവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുകയും ചെയ്യും എന്ന് പറയുമ്പോഴും അവരുടെ ഒരു കണക്കെടുപ്പ്, എത്ര പേരാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഡെലിവറി ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പ്രഖ്യാപിച്ച പദ്ധതികളുടെയൊക്കെ കൃത്യമായ ഒരു രൂപരേഖ ഈ മട്ടിൽ നടപ്പാക്കും എന്നതില്ല. മുകേഷ് പറഞ്ഞ പോലെ തന്നെ സിൽവർ എക്കോണമി വലുതായി ലോകമെമ്പാടും വളർന്നു വരുന്ന ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതുമാണ്. ഈ സിൽവർ എക്കോണമി കേന്ദ്രീകരിച്ച് ഇനിയും ഇൻവെസ്റ്റ്മെന്റ് വരും. അവരുടേതായ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് ഡിമാൻഡ് കൂടുമ്പോൾ ആ മട്ടിലുള്ള സംരംഭങ്ങൾ വരും. അത്തരത്തിലുള്ള സംരംഭങ്ങൾക്കൊക്കെ മുന്നോട്ട് ചുവട് വയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഗിഗ് എക്കണോമി നേരത്തെ തന്നെ, അതായത് കേന്ദ്ര അടിസ്ഥാനത്തിൽ തന്നെ, തൊഴിൽ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു എക്കണോമിക് മോഡലാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോഴും അത് ഒരു ഫ്ലാറ്ററിംഗ് സമൂഹമാണ്. അതായത് കുറച്ചു കാലം അവർ ഈ ഡെലിവറി ബോയ്സ് ആ മേഖലകളിൽ ജോലി ചെയ്യുന്നു, അതിനുശേഷം അവർ മറ്റ് ജോലികളിലേക്ക് പോകുന്നു, വീണ്ടും തിരികെ വരുന്നു. ഈ രീതിയിലുള്ള ഒരു പാർട്ട് ടൈം ജോലി, ആ രീതിയിൽ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന നിലയിലാണ് എപ്പോഴും ഗിഗ് എക്കണോമിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണതോതിൽ ഇപ്പോഴും ആ മേഖലയിൽ എത്ര പേർ ജോലി ചെയ്യുന്നു, എത്ര പേർ ആ മേഖലയിൽ സംഭാവനകൾ ചെയ്യുന്നു, അവരുടെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും കണക്കില്ല. പക്ഷേ ഈ പറഞ്ഞ ഗിഗ് എക്കണോമിയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ഇനി ഈ ബജറ്റിൽ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ അപകടം പറ്റിയ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഒരു ദിവസം സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചിരുന്നു. അത് 5 ദിവസം എന്ന നിലയിലേക്ക് പണരഹിത ചികിത്സ എന്ന നിലയിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായി റോഡ് അപകടങ്ങളിൽപ്പെട്ട് വഴിയിൽ കിടക്കുന്നവരെ പലപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാൻ പലരും മടിക്കുന്നത് ഒരു കാര്യം കേസുകളാണെങ്കിൽ, മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ എത്തിച്ചാൽ ഈ ചികിത്സാ ചെലവടക്കം അത് സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളും ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രഖ്യാപനമാണ്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന മറ്റൊരു മേഖല ഈ യുവാക്കളെയും മറ്റു മേഖലയും ഈ കേരളത്തിലേക്ക് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചില സ്കോളർഷിപ്പ് പദ്ധതി, പുതിയ സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് 38 കോടി രൂപയിലധികം ഇതിനൊക്കെ എന്താണ് വിഭവ സമാഹരണം കണ്ടെത്തേണ്ടത്, പണം കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പണം കണ്ടെത്തേണ്ടതിൽ ഒന്നാമത്തെ പ്രഖ്യാപനമായി നികുതി കുടിശ്ശിക പിരിച്ചെടുക്കൽ തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ആ പ്രഖ്യാപനം ഈ പറയുന്ന പോലെ അത്രയും പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുടിശ്ശിക പിരിച്ചെടുക്കലിൽ അനാസ്ഥ എന്ന് കാലാകാലങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്തല്ല, കാലാകാലങ്ങൾ കേൾക്കുന്ന ആക്ഷേപമാണെങ്കിലും അത്രത്തോളം പിരിച്ചെടുക്കാനുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന പോലെ പിരിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഗംഭീരമായ വരുമാനമാവും. പക്ഷേ അതങ്ങനെ കഴിയാറുമില്ല. എന്തായാലും അതുതന്നെയാണ് പ്രധാന ലക്ഷ്യം. മാത്രമല്ല നികുതിദായകരെ ആദരിക്കാനും പുരസ്കാരം നൽകാനൊക്കെ 5 കോടി രൂപ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നികുതി അടയ്ക്കൂ, സമ്മാനം വാങ്ങും എന്ന ഒരു സമ്മാന പദ്ധതി കൂടി മുന്നോട്ട് വെക്കുകയാണ്. ലോയലായിട്ട്, അതായത് സാമ്പത്തിക മേഖലയിൽ വിശ്വസ്തരായിട്ട് നിൽക്കുന്നതിനൊരു പുരസ്കാരമുണ്ട്. ഒപ്പം തന്നെ ഹാഷ്മി, നമ്മുടെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, ഇന്ന് സ്വർണ്ണവിലയിൽ അസാധാരണമായ ഒരു വർധനയുണ്ടായി. വമ്പൻ കുതിപ്പാണ്. മാത്രമല്ല ചിലർ അത് ബജറ്റുമായിട്ട് കൂട്ടിക്കെട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബജറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രശ്നമാണ്. 8640 രൂപയാണ് ഒരു പവന് കൂടിയിരിക്കുന്നത്. ഇന്ന് ഒരു പവന്റെ വില 1,31,160 രൂപയാണ്. ആഭരണമായി ഒരു വളയോ മാലയോ ഒരു പവന്റെ എടുക്കണമെങ്കിൽ പണിക്കൂലിയും GST
ടിയും ചേർത്ത് 1,30,30,000 മേലിൽ മിനിമം ചെലവാകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ബജറ്റോട് യാതൊരു ബന്ധവുമില്ല. ട്രംപ് അവിടെ നിന്ന് ഇന്ന രാജ്യം പിടിക്കും എന്ന് പ്രഖ്യാപിച്ചാൽ ഒരു 5,000 രൂപ ഒറ്റയടി കൂടും. അങ്ങനെ അതിന്റെ പരിപാടി അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം 8,640 രൂപ ഒരു പവന് കൂടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.